ഈ ഒരു കമന്റ് ഇട്ട ആള് എന്തായാലും തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് എനിക്ക് പേഴ്സണൽ ആയിട്ടൊന്ന് മെസ്സേജ് അയക്കാൻ പറ്റുകയാണെങ്കിൽ വലിയ ഉപകാരം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ജസ്റ്റ് ചോദിച്ചറിയാനുണ്ട്. കാരണം ഇതിന്റെ യഥാർത്ഥ സത്യമാണോ, കൂടുതൽ അറിവുകൾ നേടാൻ പറ്റും. എന്തായാലും ഈ ഒരു കാര്യം എന്തായാലും മരിക്കുന്നതിന് മുന്നേ എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് പരമായിട്ട് ഇപ്പം ഇവൻ ചെയ്ത എൻ്റെ മുന്നിൽ ഒരുപാട് അവനെ കുറ്റപ്പെടുത്തി ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന്, അതായത് ഞങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരുത്തം വന്ന് ഞങ്ങളുടെ കുടുംബം നശിപ്പിച്ച ഒരു വ്യക്തിനെ ഒരുപാട് നെഗറ്റീവും അതേപോലെ തന്നെ അവൻ്റെ പേരിൽ കേസ് കൊടുക്കാനും അവനെ ഭയങ്കര മോശമായിട്ട് സംസാരിച്ചിട്ട് എൻ്റെ കൂടെ വന്ന ഒരു വ്യക്തി, അതായത് ഈ പറയുന്ന ബ്രദർ എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് സ്വന്തം പെങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് എന്നുള്ള രീതിയിൽ അഭിനയിച്ച് കൂടെ വന്നിട്ട് ഇപ്പം വേറൊരു ഇതിൻ്റെ ഇടയിൽ ഒരു ഗൂഢാലോചന, അതേപോലെ തന്നെ ഒരുപാട് നാടകങ്ങളും ഇവൻ കളിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിന് ഒരുപാട് എവിഡൻസ് ഒക്കെ എൻ്റെ കയ്യിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്. ഇതിൽ ഇവർ കളിച്ച ഗെയിം എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എന്തായാലും വൈകാതെ തന്നെ അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ബ്രദർ, വേറൊരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു സ്നേഹിക്കുന്ന ഒരു സ്നേഹമുള്ള ഒരു പെങ്ങളോട് സ്നേഹമുള്ള ഒരു ബ്രദർ ആണെങ്കിൽ ഒരിക്കലും യാതൊരു കാരണവശാലും ഒരു പെങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഗതി വരൂല. അത് തീർച്ചയായിട്ടും യാഥാർത്ഥ്യമായ ഒരു കമന്റ് കൂടെയാണ്. അത്രക്കും, അതും ഞങ്ങളുടെ കൂടെ തന്നെ, അതായത് ഞങ്ങളുടെ ഏരിയയിൽ വിളിച്ചാൽ എത്താൻ പറ്റുന്ന ദൂരത്തിലാണ് ഈ ഒരു ബ്രദർ ഉള്ളത് അന്നേരം ആ സമയത്ത് ഉണ്ടായതും. എന്നിട്ടും ഈ ഒരു അവസ്ഥ പെങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഈ കാണിക്കുന്ന സ്നേഹം അവനെ അന്ന് കാണിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഫേക്കാണ്. ഇപ്പോഴും ഈ കമന്റിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൽ പറയുന്നുണ്ട് ഒരു ഇവൻ വെറും ഒരു പെണ്ണ് ഭ്രാന്തനാണെന്നുള്ളത്. തീർച്ചയായിട്ടും അതെനിക്ക് മുന്നേ അറിയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഇവന്റെ വീട്ടിൽ ഒരുപാട് തവണ അവിടെ പോയിട്ട് ഒരുപാട് പരിചയമുള്ള, ഒരുപാട് പ്രാവശ്യം അവിടെ പോയി അവരുടെ സ്വഭാവം ഒരുപാട് അറിഞ്ഞതിന് ശേഷം ഒരു കുട്ടി എനിക്ക് വോയിസ് അയച്ചെന്ന ഒരു കാര്യമുണ്ട്. എന്നെ ഒരുപാട് തെറി പറഞ്ഞ ഒരു കുട്ടിയാണ്, എന്നെ ഒരുപാട് മോശമായി പറഞ്ഞതാണ്. അവരെ മുന്നിൽ അവര് സംസാരിക്കണത് കേട്ട് കഴിഞ്ഞാൽ ആരായാലും മേനുവിനെ രണ്ട് തെറി വിളിച്ചു പോകും. അത്രക്കും ക്രൂരനായിട്ടാണ് മേനുവിനെ പറ്റിയിട്ട് അവര് പ്രചരിപ്പിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നതും. അതും ഒരുപാട് കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളാണെന്ന് യാഥാർത്ഥ്യം. ഒരുപാട് ഫേക്ക് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഇവര് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് നടക്കുന്നത്. അപ്പൊ ആ കുട്ടി പറഞ്ഞിരിക്കുന്ന ഇവനെ പറ്റിയിട്ട്, അതായത് ഒരു ബ്രദർ എന്ന് പറഞ്ഞ വെള്ള പിരിച്ച് നടക്കുന്ന ഈ ഒരു ബ്രദറിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും ഒരു ഇത്തിരി നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. അവനൊക്കെ ആരെ സാധനം വെച്ചാൽ തീരെ ഇഷ്ടമില്ല. ഉമ്മ ബാപ്പും വിളിച്ചിട്ടാണ് അമ്മ പേരെ പോയത്. അങ്ങനെ ഓന്റെ മറ്റേ അസാൻമോന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓന്റെ വീട്ടിലൊരു പെണ്ണുണ്ട്. എന്താ ആ പെണ്ണിനായിട്ട് നല്ല കമ്പനിയാണ്. ആ പെണ്ണ് റിഫന്റെ പകരം ഇപ്പൊ അവിടെ റിഫന്റെ ഉമ്മക്ക് റിഫായിരുന്നു പറഞ്ഞിട്ട് അവിടെ നിൽക്കുക ആ പെണ്ണ്. എന്നിട്ട് മറ്റേ 3 വലിയ വലിയ കുട്ടികളുണ്ട്. എന്നിട്ട് ഒരു രണ്ടാളും നല്ല ഒലക്കമെന്ന പ്രേമാണ്. കോഴിക്കോടൊക്കെ ഈ ദിവസം കോഴിക്കോട് വെച്ച് എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പെണ്ണിനെ കൂട്ടിയിട്ട് ഓണിട്ട് കോഴിക്കോട് ബീച്ചിലേക്ക് വന്നിക്കാം. കെട്ടിപ്പിടിക്കല് എന്തൊക്കെ ലവർമാരാണെങ്കിലേ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. എന്നിട്ട് ഞാൻ ചോദിച്ചു അവരോട്, ആ പെണ്ണിന്റെ നമ്പർ ഉണ്ട് കയ്യിലുണ്ട്. അപ്പൊ ആ പെണ്ണ് ഞാനോന് അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല. പെണ്ണ് എന്നിട്ട് പുതിയാപ്പ ഗൾഫില. എന്നിട്ട് പെണ്ണ് അവിടെ ഓന്റെ പെരയിലൊക്കെ പോയി നിൽക്കും റിഫന്റെ പകരം. കുട്ടിയുടെ ഐഡന്റിറ്റി വെച്ച് എനിക്ക് എന്തായാലും നിങ്ങളെ കേൾപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു വോയിസ് ചേഞ്ചർ വെച്ചിട്ടാണ് നിങ്ങൾ കേൾപ്പിക്കണ. ഈ വോയിസ് എന്തായാലും നിങ്ങൾ കേൾക്കുക. ഇവനെ ഒരുപാട് വെള്ള പറിച്ച് നടക്കുകയാണ്. ഇവന്റെ തനി സ്വഭാവം എന്തായാലും നിങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം എന്നെ പറ്റി ഒരുപാട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടന്നതാണ്. പക്ഷെ ഇവരെന്താണെന്നുള്ളതും കൂടെ നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന 2 വ്യക്തികളും അതിൽ യോജിപ്പിച്ച ആൾക്കാരാണ് എനിക്ക് മുന്നേ അറിയാം. കാരണം വേറെയും ഇതേപോലെ തന്നെ എൻ്റെ കുട്ടീനെ വെച്ചിട്ട് കുട്ടീനെ കാണാൻ ഒരുപാട് ഗേൾസുകൾ അവിടെ പോവാറുണ്ട്. അതേപോലെ തന്നെ കുട്ടീനെ കാണാനും പല ദൂരങ്ങളിൽ നിന്നും എൻ്റെ മോനെ കാണാൻ ആൾക്കാർ വന്ന സമയത്തൊക്കെ ആ ഗേൾസിനൊക്കെ വ്യാജ പ്രണയം നടിച്ച് യൂസ് ചെയ്യാറുണ്ടെന്നുള്ളതും എനിക്ക് ന്യൂസ് അറിഞ്ഞിട്ടുണ്ട്. ഒരു അഫെയർ ആയ ഒരാൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ഫോട്ടോ സഹിതം അയച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കാര്യം പറയണത്. ഇന്ന് കൊല്ലം ജില്ലയിലുള്ള ഒരു കുട്ടിയുടെ കൂടെ ഒരുപാട് കറങ്ങിയിട്ടും ഇതൊക്കെ ആക്കിയിട്ടും അവനെല്ലാം അവസാനം എന്താ പറയാ, ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുകയാണ് ഉണ്ടായത്. ഇവരുടെ ഗൂഢാലോചന എല്ലാവരുടെയും, 2 പേരുടെയും, ഈ പറയുന്ന
ബ്രദറെ കാര്യമാണെങ്കിലും അതേപോലെ തന്നെ ഈ മറുവശം നിൽക്കുന്ന എൻ്റെ ശത്രുവായ എൻ്റെ കുടുംബം തകർത്ത ഈ വ്യക്തിയുടെ കൂടെ ഇവൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിലും സ്വന്തം പെങ്ങളാണെന്ന് മനസ്സിലാക്കാണ്ട് ഓൻ അന്ന് ഈ തെറ്റ് ചെയ്ത് അത് എനിക്ക് മുന്നേ ഞാൻ കുറേ കാരണത്താൽ ഞാൻ എതിർത്തൊരു കാര്യവും ഇത് മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും ഒരു ഹസ്ബൻഡിന് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളത് ചില സമയം നോ എന്ന് പറയും. അതിന് ഫാമിലി കൂട്ടു നിന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നോ എന്ന് തന്നെയാണ് പറയാം. അതിപ്പം ഏതൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിലും അത് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെയുള്ള ഒരു പരമായിട്ടുള്ള ഒരു കാര്യത്തിനും ഒരിക്കലും ഞാൻ നിൽക്കൂല. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഒരുപാട് വെള്ള പതച്ച് നടക്കുകയാണ്. കാരണം എന്താ പറയുക, ഡ്രിങ്ക്സ്, ഇവൻ ഒരുപാട് ഡ്രിങ്ക്സ് യൂസ് ചെയ്യാറുണ്ട്. ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്നതിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ പാറപ്പുറത്തിരുന്ന് വെള്ളം അടിച്ചവനാണ്. എൻ്റെ കണ്ണോട് വരെ ഞാൻ കണ്ടിട്ടുമുണ്ട്, അതിൻ്റെതായ തെളിവുകളുമുണ്ട്. ഓൻ ഒരുപാട് ഡ്രിങ്ക്സ് അടിക്കാറുമുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ലഹരി വസ്തുക്കൾ യൂസ് ചെയ്യാറുമുണ്ട്. പക്ഷേ ഇവൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അതിൻ്റെ ഒരു ബിയറിൻ്റെ കുപ്പി ഒരു സുഹൃത്തിനോട് പറഞ്ഞൊരു കാര്യമാണ്. എൻ്റെ സുഹൃത്തല്ല, അവൻ്റെ പരിചയത്തിലുള്ള ഒരാളോട് തന്നെയാണ്, ഞാൻ കണ്ടിട്ട് വരെ ഇല്ല എന്ന് പറഞ്ഞൊരു കാര്യമാണ്. കാരണം എൻ്റെ അടുത്തുനിന്ന് വരെ ഒരുപാട് ക്യാഷ് വാങ്ങിയിട്ട് അവൻ അടിക്കാൻ പോയിട്ടുണ്ട്. എൻ്റെ കൂടെ നിന്നിട്ട് അവൻ യൂസ് ചെയ്യുന്നത് എൻ്റെ കണ്ണോട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ടും ഇവൻ എൻ്റെ മുന്നിൽ വെച്ചിട്ട് വരെ ഈ ഒരു കാര്യം മറച്ചു വെക്കുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് അന്ന് ഒരു പാറപ്പുറത്തിരിക്കുന്ന ഡ്രിങ്ക്സ് അടിക്കുന്ന ഒരു ഇത് വേണമെങ്കിൽ ഇവൻ മിസ്റ്റർ ബ്രദർ, നീ ഒരുപാട് കമൻ്റ് ഇടുന്നതാണ്, ഇതിനും തീർച്ചയായിട്ടും നീ കമൻ്റ് ഇടണം. നിനക്ക് അത്രക്കും ഈ ഒരു കാര്യം നോ എന്ന് പറയാൻ നിനക്ക് അത്ര ധൈര്യമുണ്ടെങ്കിൽ നീ കമൻ്റ് ഇടുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും തീർച്ചയായിട്ടും കാണാം. നീ എന്തായാലും ഒരുപാട് ഈ ഒരു കമൻറ്റിൽ 10 ദിവസം മുന്നേ നീ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗൂഢാലോചന എന്താണ്, ഇവരെന്താണ് പ്ലാൻ ചെയ്തതെന്നും എനിക്കറിയില്ല. ഇതിൻ്റെ പുറമിൽ വലിയൊരു സംഭവം നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് സത്യത്തിൽ മനസ്സിലാവുന്നത്. കാരണം 10 ദിവസം മുന്നേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഈ പ്രശ്നം കഴിഞ്ഞിട്ട് സമാധാനത്തിൽ വീട്ടിൽ ഇരിക്കാത്തൊരു നിമിഷത്തിൻ്റെ അകത്ത് ഇവൻ ചെയ്തൊരു കാര്യമാണ്. ഇതിൻ്റെ ഇടയിൽ എന്താണ് സംഭവിച്ചതെന്ന് തീർച്ചയായിട്ടും എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ കമൻ്റ് ഇട്ട ആൾ എന്തായാലും കൂടുതൽ എനിക്ക് ഇതിനെപ്പറ്റി അറിയണം, വല്ല എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇവർ ചെയ്തിരിക്കുന്ന ഈ ഒരു വെള്ള പതപ്പിക്കൽ എന്തായാലും എന്താ പറയുക, ഭയങ്കര മോശമായിട്ടുള്ളത്. എന്നെ മാത്രം നെഗറ്റീവ് ഇങ്ങനെ എല്ലാവരുടെ അടുത്തും ഭയങ്കര രീതിയിൽ ഞാനൊരു കുറ്റവാളിനെ പോലെയും ഞാനൊരു ഭയങ്കരമായ ഒരു മോശമായൊരു വ്യക്തിനെ പോലെയാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി പ്രചരിപ്പിച്ചിട്ടുള്ളത്. കേൾക്കുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ ഞാൻ ആകെ എന്തോ വല്ലായ്മയായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇതിൽ പറഞ്ഞ ഒരു വ്യക്തി അത്ര ക്രൂരനായ ഒരു വ്യക്തിയല്ല ഞാൻ. ഇവരുടെ സ്വഭാവം, ഇവരുടെ മുഖം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. അപ്പം എന്തായാലും ഇനിയും കൂടുതൽ അടുത്ത വീഡിയോയിൽ ശരിക്കും എന്തായാലും ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ കാണണം. ആ വീഡിയോയിൽ നമ്മളെ പറ്റിയിട്ട് എന്നെ പറ്റിയിട്ട് ഒന്നും തന്നെ അറിയാത്ത ഒരു വ്യക്തി സംസാരിക്കുന്നുണ്ട്. ആ വ്യക്തി എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് അറിയില്ല. ഒരു സ്ത്രീയാണ് സംസാരിക്കുന്നത്. ആ സ്ത്രീ എന്താണ് ഉദ്ദേശിക്കണമെന്നും കൂടെ എനിക്ക് എന്തായാലും ആ സ്ത്രീയോട് ചോദിക്കാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ആ സ്ത്രീ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്നും എനിക്ക് തീർച്ചയായിട്ടും അറിയാനുണ്ട്. അപ്പം ഈ ഒരു കമൻറ്റിന് റിപ്ലൈ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം.